ഇറാൻ ജീവനോടെയുള്ള അവസാന ദിവസമെന്ന വമ്പൻ മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള അവസാന അവസരം ഇറാന് നൽകുകയാണ് അമേരിക്ക. ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, യുദ്ധം തുടങ്ങിയാൽ ഇറാനെ സമ്പൂർണമായി നശീകരിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി അവസാന അവസരം നൽകുകയാണ് അമേരിക്ക ഇറാന്. അതേസമയം ഇറാനാകട്ടെ വീണ്ടും പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് തുടരുന്നത്. ഭയപ്പാടോടെ കഴിയുകയാണ് ഇറാനിലെ ജനത. മിഡിൽ ഈസ്റ്റ് ആകെ ഭയന്ന് വിറച്ചിരിക്കുന്നു. ഒരു കൊടിയ യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെടുന്നത്. യുദ്ധക്കൊതിയനായ ആയത്തുള്ള അലി ഖമേനി ലക്ഷക്കണക്കിന് ഇറാനികളുടെ ജീവൻ ബലി കൊടുക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ആണവ കരാറിൽ ഇറാൻ ഏർപ്പെടാത്ത പക്ഷം ഇറാനെ ആക്രമിക്കുമെന്ന് പലതവണ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചില അറബ് രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതിയ ഇറാൻ ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് തുടർന്നു. ഏറ്റവും ഒടുവിലായി ട്രംപിനെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചു ഖമേനി. എന്നിട്ട് തങ്ങളുടെ ആയുധ ശേഖരങ്ങളിലുള്ള കുറേ മിസൈലുകളും ചില റോക്കറ്റുകളും ഒക്കെ പുറത്ത് കാണിച്ച് അമേരിക്കയെ വെല്ലുവിളിച്ചു. ഇതോടുകൂടി കലിതുള്ളിയ അമേരിക്ക ആകട്ടെ ഇറാനെതിരെ ആക്രമണത്തിനുള്ള സർവ്വസന്നാഹങ്ങളും പൂർത്തിയാക്കി. ഇറാന് ചുറ്റുമുള്ള 10 മിലിറ്ററി ബേസുകളിൽ ആയുധങ്ങൾ ഇറക്കി. ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള അമേരിക്കൻ വ്യോമസേനയുടെ അഭിമാനമായ B-2 ബോംബർ സ്റ്റെൽത്ത് ബോംബറുകൾ, ആ സ്റ്റെൽത്ത് ബോംബറുകൾ 6 എണ്ണം ഇറാന് ചുറ്റുമുള്ള ബേസ് ക്യാമ്പുകളിൽ, മിലിറ്ററി ബേസുകളിൽ അങ്ങ് നിരത്തി. അതിന് പിന്നാലെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർണായക കൂടിക്കാഴ്ച അമേരിക്കയിൽ നടക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ട്രംപിൻ്റെ എൻവോയ് സ്റ്റീവൻ വിറ്റ്ഹോക്കുമായും നെതന്യാഹു ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും എത്തിയിരിക്കുന്നു. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനിൽ നടക്കുന്ന ആക്രമണത്തിൻ്റെ സമ്പൂർണ്ണ പദ്ധതികൾ ചർച്ച ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി ഇറാന് ഒരവസരം കൂടിയില്ല. ഇറാന് ഇനി ചിന്തിക്കാനുള്ള സമയം ലഭിക്കില്ല. അമേരിക്ക ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിലേക്കുള്ള ആദ്യ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനോ തടുക്കാനോ ഉള്ള കഴിവ് ഇറാൻ ഉണ്ടാകില്ല. ഇറാൻ കുറേ ആയുധങ്ങളുണ്ട് എന്ന് പറയുന്നതല്ലാതെ അവ ഉപയോഗിച്ചുള്ള ഒരു പ്രതികരണവും ഒരു പ്രതിരോധവും ഇതുവരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഇറാനിൽ നടത്തിയ അവസാന ആക്രമണം. ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞു. ഇസ്രായേൽ ആകട്ടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെഹ്റാനെ ആക്രമിച്ച് നശിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലെത്തിയ ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ ടെഹ്റാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നശിപ്പിച്ചു. ടെഹ്റാനിലെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ നശിപ്പിച്ചു. ടെഹ്റാനിലെ മിസൈൽ നിർമ്മാണ ഫാക്ടറികൾ നശിപ്പിച്ചു. ടെഹ്റാനിലേക്ക് നിരന്തരം ആക്രമണം നടത്തി. അങ്ങനെ തലങ്ങും വിലങ്ങും അടിച്ച് ഇറാന്റെ നെഞ്ചകം പിളർക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത്. റഷ്യ നൽകിയ പേരുകേട്ട S-300 വ്യോമ പ്രതിരോധ സംവിധാനം അന്ന് ഇറാനിലുണ്ടായിരുന്നു, ടെഹ്റാനിലുണ്ടായിരുന്നു. എന്നാൽ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ചെറിയൊരു പൊട്ടാസ് പോലും ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ആ ഒരു ആഴവും ഇറാന്റെ പ്രതിരോധത്തിലെ പിഴവും നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം മാരകമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ഇസ്രായേൽ മാത്രമല്ല ആക്രമിക്കാൻ ഒരുങ്ങുന്നത്, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് സർവ്വസജ്ജമായിക്കൊണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ മാത്രമല്ല, ഇറാന്റെ മറ്റ് ഡിഫൻസ് സംവിധാനങ്ങൾ ഒന്നാകെ തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പൂർത്തിയാക്കിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പിന്തുണയുണ്ട്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഘട്ടത്തിലെ അമേരിക്കൻ സന്ദർശനം ഏറെ നിർണായകമാണ്. കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ അമേരിക്കയായിരിക്കില്ല ആദ്യം തിരിച്ചടിക്കുക. അതിൻ്റെ പരിണിത ഫലമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിലേക്ക് 100 കണക്കിന് മിസൈലുകൾ തൊടുക്കാൻ തയ്യാറാക്കി റെഡിയാക്കി വച്ചിരിക്കുകയാണ് ഇറാൻ എന്നുള്ള രഹസ്യാന്വേഷണ വിവരമാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടത്. ആ വിവരം വന്നതിന് പിന്നാലെയാണ് അമേരിക്ക തങ്ങളുടെ വിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് ബാറ്ററി സിസ്റ്റത്തിൻ്റെ 2ാം ഘട്ടം ഇസ്രായേലിന് കൈമാറിയത്.
കഴിഞ്ഞ ദിവസമാണ് ആ താഡ് ബാറ്ററി സിസ്റ്റം ഇസ്രായേലിലേക്ക് എത്തിയത്. അത് ഉടൻ തന്നെ വിന്യസിക്കും. അതോടുകൂടി വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലിൻ്റെത് മികച്ചതാകും. ഇറാൻ തൊടുത്തുവിട്ടാലും ആ മിസൈലുകളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കുറ്റമറ്റതാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിന് ഏറ്റവും അടുത്ത അനുയായിയെ പോലെ, ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെ അമേരിക്ക എന്ന രാജ്യം കൂടെ നിൽക്കുന്നു. കഴിഞ്ഞ വർഷം 2024 അമേരിക്ക അവരുടെ താഡ് ബാറ്ററി സിസ്റ്റത്തിൻ്റെ ആദ്യ സംവിധാനം ഇസ്രായേലിന് നൽകിയിരുന്നു. അതായത് ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെ ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കരുത്തുറ്റതാക്കാനുള്ള ഒരു നീക്കം അമേരിക്ക നടത്തിയത്. അതിൻ്റെ ഭാഗമായി താഡ് ബാറ്ററി സിസ്റ്റത്തിൻ്റെ ആദ്യ ഭാഗവും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനായി 100-ലധികം അമേരിക്കൻ സൈനികരും ഇസ്രായേലിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്ക ഇസ്രായേലിൻ്റെ രക്ഷകരായി എത്തുകയാണ്. താഡ് ബാറ്ററി സിസ്റ്റത്തിൻ്റെ 2ാം ഘട്ടം ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു. ഒപ്പം 100-ലധികം വരുന്ന അമേരിക്കൻ സൈനികരും. അങ്ങനെ ഇസ്രായേലിനെ നെഞ്ചോട് ചേർത്ത് ഇസ്രായേലിന് സംരക്ഷണ കവചമൊരുക്കുകയാണ് അമേരിക്ക. ഒരു ഭാഗത്ത് ഇറാനെയും ഹൂതികളെയും ആക്രമിക്കുന്നു, മറുഭാഗത്ത് ഇസ്രായേലിനെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നു. ഇസ്രായേലാകട്ടെ തങ്ങളുടെ ആക്രമണ വീര്യം അമേരിക്കയ്ക്ക് വേണ്ടി കൂടി നടത്തുകയാണ്. ഗാസ ഒഴിപ്പിക്കുക എന്ന ട്രംപിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി കൊടുക്കുകയാണ്. മറുഭാഗത്ത് ഇസ്രായേൽ ചെയ്യുന്നത് ഗാസ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗാസയുടെ പകുതി ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലാണ്. ബാക്കി പ്രദേശത്ത് നിന്ന് ഗാസക്കാരെ കുടിയിറക്കുകയാണ്. അവരെ ഒരു പ്രത്യേക ഭൂപ്രദേശത്തേക്ക് എത്തിച്ച ശേഷം ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇനി ഒരിക്കലും ഗാസ ഹമാസിനോ പാലസ്തീൻ അതോറിറ്റിക്കോ വിട്ടുകൊടുക്കില്ല എന്നുള്ള ശബ്ദമെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു.